ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 മണിയാവും ഗംഭീര പഠിക്കണം. സാമ്പിൾ തന്നെ പൊട്ടിയത് എത്ര 8 മിനിറ്റിലെ 7 മിനിറ്റ് 50 സെക്കൻഡ് പൊട്ടിയിട്ടുണ്ട് സാമ്പിള്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ പൊട്ട് പറയണ്ട. 1 മണിക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഒരു 3 ടീമിൻ്റെ കൂടി കഴിയുമ്പോൾ 3 ടീം. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാവശ്ശേരി വെടിക്കെട്ട് കാണാനാണ്. കേരളത്തിലാകെ പകലിട്ടാണ് വെടിക്കെട്ടിൻ്റെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഉത്സവം എന്നത് നമ്മളെ നെന്മറയാണ്. പക്ഷേ ഉച്ചയ്ക്ക് പൊട്ടുന്ന ഒരേ ഒരു വെടിക്കെട്ടുള്ള സ്ഥലം അത് കാവശ്ശേരിയാണ്, പാലക്കാട്. ഇപ്പോൾ നമ്മൾ പാലക്കാട് ഒരു നല്ലൊരു തണൽ, നല്ല ചൂടുള്ള സമയമാണ്. നല്ലൊരു തണലുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ നമുക്ക് എന്തായാലും തകർക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കാണ്. ഈ നോമ്പിൻ്റെ സീസൺ ആയില്ലേ, ഈ ആയതോടുകൂടി തന്നെ നമ്മുടെ അച്ഛന്മാരൊക്കെ അവർക്ക് ക്ഷീണമായി. കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്താൽ ഭയങ്കര ക്ഷീണമാവും. അതുകൊണ്ട് ആരുമില്ല, ഒരു മച്ചാൻ മാത്രമുണ്ട്. അവൻ അവിടെ കാവശ്ശേരി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവനെ കാണാൻ പറ്റുമെന്ന് നോക്കാം, അറിയില്ല. എന്തായാലും കിട്ടുക്കാച്ചി വെടിക്കെട്ട് കാണണം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ കാവശ്ശേരി വെടിക്കെട്ട് കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഏട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമ്മളെ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അറിയുന്ന ഏട്ടനാണ്. ഏട്ടങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് പ്രദീപ് കുമാർ അല്ല. അല്ല, അപ്പോൾ നമുക്കിവിടെ എവിടെ ഫസ്റ്റ് പൊട്ടിക്കുക എത്ര പൊട്ടുണ്ട്? ബാവുലേരൻ ടീമാണ് ഫസ്റ്റ് പൊട്ടിക്കുക. അത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ലാസ്റ്റ് പൊട്ടുന്നത് ആ വണ്ടി നിൽക്കുന്നതോടെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ ശേഷം നേരെ കല്ലേപ്പള്ളി പൊട്ടിക്കുക. ഇത് കഴിഞ്ഞ ശേഷം അവർ മരുന്നുള്ളൂ. മരുന്നിന് ശേഷം പൊട്ടി കഴിഞ്ഞ ശേഷം നേരെ അപ്പുറത്ത് യൂട്യൂബാണ്. ഈ 3 ടീമിൻ്റെയും മരുന്ന് പണി ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3-3:30 പിന്നെ ബാവുലേ വരും. ഇപ്പോൾ സമയം 12 ആയിട്ടുണ്ട്. 1 മണിക്ക് അമ്പലത്തിന് കഥ കൊണ്ടതിന് ശേഷം ഇവർ ബാവുലേ ബസ് കൊടുക്കും. അപ്പോൾ കഥന പൊട്ടിയതിന് ശേഷമാണ് കഥന പൊട്ടിയ ശേഷം അമ്പലത്തിന് പൂജയും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം കഥന പൊട്ടിക്കും. ഈ കഥന പൊട്ടിയ ശേഷമാണ് രണ്ടാമത്തെ പിന്നെ 3ാമത്തത് സെൻറ്റർ കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്ത്. പിന്നെ 7 മണിക്ക് അത് SNDP ആയിരുന്നു. പിന്നെ പൊളിച്ച 2:30ക്ക് 2 ടീമുണ്ട്. 2:30 ആവശ്യം 2-3 മണിയാവും ഗംഭീര പഠിച്ചിട്ടുണ്ട്. നേരിട്ട് കാണണം. അപ്പോൾ ഏട്ട പറഞ്ഞത് നെന്മാറേക്കാളും സാമ്പിൾ തന്നെ പൊട്ടിയത് എത്ര 8 മിനിറ്റിലെ 7 മിനിറ്റ് 50 സെക്കൻഡ് പൊട്ടിയിട്ടുണ്ട് സാമ്പിള്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ പൊട്ട് പറയണ്ട. 1 മണിക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഒരു 3 ടീമിൻ്റെ കൂടി കഴിയുമ്പോൾ 3 ടീം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. മച്ചന്മാരപ്പോൾ ഫസ്റ്റ് കഥന പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കഥന പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് ശേഷമാണ് ഇവിടെ മെയിനായിട്ടുള്ള മരുന്ന് പൊട്ടിക്കുക. ഈ അറ്റം കണ്ട, ഈ അറ്റം മുതൽ ആ അറ്റം വരെ കേട്ടോ. എത്ര മിനിറ്റ് ഉണ്ടാകുന്നൊന്നും അറിയില്ല. സാമ്പിൾ 8 മിനിറ്റോളം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടുത്തേക്ക് പോകുന്നുണ്ട്. അത്രയ്ക്ക് ഡേഞ്ചറാണ്. പൊട്ടിക്കഴിഞ്ഞാൽ അറിയുള്ളൂ. കഥന പൊട്ടുന്നുണ്ട്, ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഥന പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ബാക്കിലേക്ക് നിൽക്കാതായിരിക്കും ബെറ്റർ.
അടിപൊളി കളറായി.